ഹെൽമറ്റ് ധരിക്കുമ്പോഴും ചില കാര്യങ്ങൾ ശ്രദ്ധിക്കണം. സ്ട്രാപ്പ് അധികം ലൂസായിട്ട് ഇടരുത്. സ്ട്രാപ്പ് ലോക്ക് ചെയ്യാതെ ഇടരുത്. ഉള്ളിലെ ഫോം ഇളകി തുടങ്ങിയ ഹെൽമറ്റ് പിന്നെ ഉപയോഗിക്കരുത്. പൊട്ടലുകൾ വന്നു തുടങ്ങിയെങ്കിൽ ഒരു കാരണവശാലും ആ ഹെൽമറ്റ് പിന്നെ ഉപയോഗിക്കരുത്. തലയുടെ സേഫ്റ്റിക്ക് സുരക്ഷിതമായ ഹെൽമറ്റ് തന്നെ ഉപയോഗിക്കണം. ഇന്ന് ചെറിയ ഒരു രോഗവുമായി നമ്മൾ ആശുപത്രിയിൽ ചെന്നാലും ചെലവാകും 1000 അല്ലെങ്കിൽ 2000 രൂപ. നല്ല ഹെൽമറ്റ് വാങ്ങാൻ അത്ര തന്നെ ആകുകയുള്ളൂ. നാളുകൾ ആ ഹെൽമറ്റ് ഉപയോഗിക്കുകയും ചെയ്യും. ഹെൽമറ്റ് ധരിക്കുമ്പോൾ അത് നിങ്ങളുടെ തലയിൽ ഇളകാതെ ഇരിക്കണം. ലൂസ് ആകരുത്. നിങ്ങളുടെ തലയുടെ അതേ സൈസ് ഉള്ളത് നോക്കി വാങ്ങുക. ഹെൽമറ്റ് ധരിക്കുമ്പോൾ സ്ട്രാപ്പ് നന്നായിട്ട് ടൈറ്റ് ചെയ്യുക. ഇറിറ്റേഷൻ തോന്നിയാലും അത് ശീലമാകുമ്പോൾ പിന്നെ ഇത് ടൈറ്റ് ചെയ്തില്ലെങ്കിൽ ആയിരിക്കും ഇറിറ്റേഷൻ വരുന്നത്. ഹെൽമറ്റ് ധരിക്കുമ്പോൾ റോഡ് ശരിയായി കാണാൻ കഴിയുന്നുവെന്ന് ഉറപ്പാക്കണം. ഉപയോഗത്തിൽ തലയ്ക്ക് വേദന ഉണ്ടാകുന്നില്ല എന്നും ഉറപ്പാക്കണം. എങ്കിലും ഹെൽമറ്റ് അമിതമായിട്ട് ടൈറ്റ് ആകുകയും ചെയ്യരുത്. ഹെൽമറ്റിന് എന്ത് സംഭവിച്ചാലും വീണ്ടും അത് തന്നെ ഉപയോഗിക്കാമെന്നും ചിന്തിക്കരുത്. മിക്കവരുടെയും വണ്ടിയിൽ നിന്ന് ഹെൽമറ്റ് താഴെ വീണ് പോകാറുണ്ട്. ഇതുപോലെ വീണ് ഒരുപാട് പോറലുകളുള്ള ഹെൽമറ്റ് വീണ്ടും ഉപയോഗിക്കരുത്. 3 അല്ലെങ്കിൽ പരമാവധി 5 വർഷം ഉപയോഗിച്ച ഹെൽമറ്റ് മാറി പുതിയത് വാങ്ങി ഉപയോഗിക്കുക. 1.5 കിലോയിൽ അധികം വെയിറ്റ് ഉള്ള ഹെൽമറ്റ് വാങ്ങി ഉപയോഗിക്കരുത്. ബ്രാൻഡഡ് ഹെൽമറ്റുകളുടെ ഡ്യൂപ്ലിക്കേറ്റ് ആയി ഇറങ്ങുന്നതും ഉള്ളിൽ ശരിയായി ഫോം ഇല്ലാത്തതുമായ ഹെൽമറ്റ് വാങ്ങി ഉപയോഗിക്കരുത്. ഹെൽമറ്റ് വാങ്ങുമ്പോൾ മറ്റു ചില കാര്യങ്ങൾ കൂടി നോക്കാം. വെന്റിലേഷൻ ഉള്ള ഹെൽമറ്റ് നല്ലതാണ്. ആന്റി സ്ക്രാച്ച് വൈസർ ഉള്ളത് വാങ്ങുക. അങ്ങനെയാണെങ്കിൽ ഗ്ലാസിൽ പോറൽ വീണ് കാഴ്ച മറയുന്നത് ഒഴിവാക്കാം. റിഫ്ലക്റ്റീവ് സ്റ്റിക്കേഴ്സ് ഉള്ള വൈസർ ഉണ്ടെങ്കിൽ രാത്രിയിൽ എതിരെ വരുന്ന വാഹനത്തിന്റെ വെളിച്ചമടിച്ച് കാഴ്ച മറയുന്നത് ഒരു പരിധി വരെ ഒഴിവാക്കാം. ലൈറ്റ് വെയിറ്റ് ഹെൽമറ്റ് നോക്കി വാങ്ങുന്നതിൽ തെറ്റില്ല. പക്ഷേ ഔട്ടർ ഷെല്ലിന് മിനിമം സ്ട്രെങ്ത് ഉണ്ടായിരിക്കണം. കൊട്ടി നോക്കുമ്പോൾ ശബ്ദം കേൾക്കുന്നുണ്ടെങ്കിൽ അത് മോശം ഷെല്ലാണ്. എന്നാൽ കൊട്ടുമ്പോൾ ശബ്ദം കേൾക്കാതെ കൈ വേദനിക്കുന്നുണ്ടെങ്കിൽ അത് നല്ല ഔട്ടർ ഷെല്ലാണ്. ഹെൽമെറ്റിന്റെ സ്ട്രാപ്പ് പെട്ടെന്ന് ഊരാവുന്ന രീതിയിലുള്ളത് നോക്കി വാങ്ങണം. ഹെൽമെറ്റിന്റെ വൈസർ അല്ലെങ്കിൽ ഗ്ലാസ് പ്ലെയിൻ ആയത് നോക്കി വാങ്ങുക. ബ്ലാക്ക് അല്ലെങ്കിൽ ഡാർക്ക് വൈസർ വാങ്ങിയാൽ രാത്രിയിൽ ഒട്ടും കാണില്ല. മഴയൊക്കെ ഉള്ളപ്പോൾ വൈസറിട്ട് യാത്ര ചെയ്യേണ്ടി വരുമ്പോൾ ഡാർക്ക് വൈസർ ആണെങ്കിൽ അത് വളരെയധികം ബുദ്ധിമുട്ടാകും.